കലൈ, പൂജിത എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഇന്നലെ രാത്രി ഇരുന്ന് കാണാനില്ല, അതാ പേടിയാവുന്നു. ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും, പോയി നോക്ക്. പേടിക്കാതെ. ഞാൻ മാനേജറിനോടും പറയാൻ നോക്കാൻ. കണ്ടു കഴിഞ്ഞാൽ നീ ടെൻഷൻ ആവാതാ, വാ നമുക്ക് നോക്കാം. എവിടെ പോയിന്നറിയില്ലല്ലോ. തലേന്ന് രാത്രി ക്രിസ്റ്റി എന്തോ കണ്ട് ദിവസം പൂജിതയെ ആദ്യമായിട്ട് കാണാതായി. പൂജിത, നീ ഇവിടെ വന്ന്? ഞാനിങ്ങോട്ട് ഇങ്ങനെ വന്നോന്ന് എനിക്കറിയില്ല. ഹലോ. അതെ, എല്ലാരും കഴിച്ചായിരുന്നോ? ഇപ്പഴേട്ടാ റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചിട്ട്. അല്ല മോളെ, നീ എന്തുകൊണ്ട് പേടിച്ചെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു സംഭവം? റിസോർട്ട് എല്ലാം ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ ആ ഒരു ഏരിയ മാത്രം ശവപ്പറമ്പ് മാറി വെച്ചേക്കുന്നേ? അത് വേറൊന്നും അല്ല മോനെ, അതാ റാണിയുടെ ഭർത്താവിന്റെ സമാധിയാ. ഇവിടെ പ്രേതമുണ്ട്. പ്രേതോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്റെ മക്കളെ, കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാനിവിടെ ഉണ്ട്. ഞാനൊരു പ്രേതത്തിനെ കണ്ടിട്ടില്ല. അവിടെ സമാധി ഉള്ളത് കൊണ്ട് ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വെറുതെ കഥ പറഞ്ഞുണ്ടാക്കുന്ന ഈ പ്രേതം പിശാചുമൊക്കെ. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഞാനിവിടെ ഇല്ലേ, ധൈര്യമായിട്ടിരിക്കേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ, പോട്ടെ. കലേ, എന്തുപറ്റി ആന്റി? കലയും കതിരെ നോക്കാം മോളെ, നടക്കാൻ പോകാനേ. ആന്റി, ഇവിടെ ആരുമില്ലല്ലോ, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോവാം. ഇല്ല വേണ്ട, സാരല്ല. അല്ല, സാരമില്ല, വേണ്ട. ആന്റി വന്നേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കുറച്ചുനാള് മുമ്പ് പൂജിത കലയുടെ അമ്മയെ വാക്കിങ്ങിന് കൊണ്ടുപോയി. സൂക്ഷിച്ചു. ആന്റി എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഒരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിച്ചൂടെ? വാക്കിംഗ് സ്റ്റിക്ക് ഒന്നും വേണ്ട മോളെ. ഇനി ആന്റി തന്നെ നടക്കാൻ നോക്ക്. ഗുഡ്, അങ്ങനെ തന്നെ. സൂപ്പർ ആന്റി, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. അയ്യോ ആന്റി, അവര് യാദർച്ഛികമായിട്ട് താഴെ വീണു. അമ്മേ, ആന്റി, എന്തു പറ്റി? അയ്യോ ആന്റി എഴുന്നേക്ക്. അമ്മേ, അമ്മേ, ഓക്കേ ഓക്കേ, പേടിക്കണ്ട. അമ്മേ, വെള്ളം എടുത്തോണ്ട് വാ. ആരാ അമ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? അയ്യോ അമ്മേ, എന്താ പറ്റി? അമ്മേ, അല്ല, ഞാനാ വാക്കിംഗ് കൊണ്ടുപോകണം അമ്മേ, പറഞ്ഞ് അമ്മേ, ഗസ്റ്റ് വന്ന ജോലി മാത്രം നോക്കിയാ മതി. തുറക്കമ്മേ. നിങ്ങളോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? വിവരമുള്ള ആളല്ലേ. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ? അമ്മേ, ഇവരമ്മേ, അമ്മ എണീക്കമ്മേ. കണ്ണ് തുറക്കമ്മേ. സംഭവിച്ചിരുന്നെങ്കിലോ? അതെ, ഗസ്റ്റ് ആണെങ്കിൽ വന്നപടി മാത്രം ചെയ്താൽ മതി. മാഡത്തിന് പണ്ടേ വയ്യാത്ത അമ്മേ, എന്തോന്ന് അറിയാൻ ചെയ്താൽ മതി. ഇല്ല ചേട്ടാ, അത് അവര് എന്തോന്ന് സോറിയാണോ? സോറി ചേട്ടാ. നീ എന്തിനാ മാഡത്തിന് വിളിച്ചിട്ട് പോയത്? ചേട്ടാ സോറി പറഞ്ഞു. എനിക്ക് ആവശ്യമുള്ള പണിയായിരുന്നോ? എന്തോന്നും വിടാനായിട്ട്? അറിയാതെ സംഭവിച്ചതായിരിക്കും. അറിയാതെ ചെയ്തതല്ലേ. എന്ത് വലിയ ഗസ്റ്റ്? മാഡത്തിന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഇപ്പൊ എന്ത് പറഞ്ഞേനെ? ആവശ്യമില്ലാത്ത കാര്യം ചെയ്യണം. ബ്രോ, തൽക്കാലം റൂമിലേക്ക് ചെല്ല്. എല്ലാവരും പോയിക്കോ. നമുക്ക് എടുക്കാം.
അമ്മ കണ്ണു തുറക്കാതെ പിടിച്ച്. ഹേയ് ചുമ്മാ അത് ആലോചിച്ചോണ്ടിരിക്കാതെ ഫ്രീ ആയിട്ടിരിക്കേ. ഞാൻ കാരണല്ലേ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആകാശം മോശക്കാരനായത്. പാവം. അവ അതൊന്നും ചിന്തിച്ചു പോലും കാണില്ല. ആകാശ് എവിടെ? ദേ അവിടെ. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. പോകാം. ആകാശ്, നീ എന്താ ചോദിക്കാൻ വരുന്നതെന്ന് എനിക്കറിയാം. ദേ നോക്ക് ആകാശ്, എനിക്കൊരു തെറ്റ് പറ്റിയ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്റേതാണ്. ഞാൻ പറയാൻ പോകുമ്പോഴേക്കും നീ എന്തിനാ ഏറ്റു പറഞ്ഞ്? അങ്ങനല്ല പൂജിത. നീ ഒന്നും പറയണ്ട, ഞാനിത് സമ്മതിക്കില്ല. ഫൈൻ ഫൈൻ, നീ സമ്മതിക്കൊന്നും വേണ്ട. ആ സംഭവം നടന്നു കഴിഞ്ഞതല്ലേ. മാത്രമല്ല അതിലെനിക്ക് ഒരു വിഷമവും ഇല്ല. ചിൽ. സ്റ്റിൽ ആകാശ്, ഇറ്റ്സ് മൈ ഫോൾട്ട്. സി പൂജിത, നീ എന്ത് ഇന്റൻഷനിലാണ് ഹെൽപ്പ് ചെയ്യാൻ പോയെന്ന് എനിക്കറിയാം. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. പക്ഷെ ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നവര് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. എല്ലാവരും ചേർന്ന് നിന്നെ വഴക്ക് പറയും. നിനക്കത് താങ്ങാൻ പറ്റില്ല. സോ ദാറ്റ്സ് വൈ. ശരി, ഓക്കേ. പക്ഷെ അതിനിപ്പോ നീ എനിക്ക് കിസ്സൊന്നും തരണ്ട കേട്ടോ. അയ്യടാ. ഓയ് ഹലോ. ഓയ്. ഹലോ. എന്തേ ഇന്ന് നേരത്തെ എഴുന്നേറ്റെന്ന് തോന്നുന്നു. താനല്ലേ നേരത്തെ എഴുന്നേറ്റ് വന്നത്. യു ഓൾ റൈറ്റ്? യാ, ബെറ്റർ. Come on yaar, just forget it, no? Wanna have some coffee? കോഫി? യാ. Good. ക്രിസ്റ്റി. അവളെന്തിനാ? നമുക്ക് മാത്രം പോവാം. അത് ശരി, പോ. അങ്ങനെ ഞാനും പൂജിതയും കുറേശ്ശെയായിട്ട് ക്ലോസ് ആവാൻ തുടങ്ങി. എനിക്ക് പൂജിതയെ ഒത്തിരി ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള മറ്റു പെണ്ണുങ്ങളെ പോലെയല്ല, അവള് ഒത്തിരി ഡിഫറെൻ്റ് ആയിരുന്നു. അവൾ എന്നോട് ഇടപഴകുന്ന രീതിയിൽ തന്നെ ഞാൻ മനസ്സിലാക്കി അവൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. ഇന്നലെ നടന്ന ഫംഗ്ഷനിൽ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. അതിനു വേണ്ടിയിട്ട് അവളെ തനിച്ചു കൂട്ടിക്കൊണ്ടുപോയത്. സാർ ഒരു 5 മിനിറ്റ് വാ സാർ പ്ലീസ് സാർ പ്ലീസ് സാർ, എനിക്ക് വയ്യ സാർ. സാർ ഒരു അർജൻറ്റ് കാര്യമാണ് സാർ പ്ലീസ് ഒന്ന് വാ സാർ. നിങ്ങൾ വന്നാലേ പറ്റുള്ളൂ സാർ, പ്ലീസ്. വരാവേ വരും. ആ കാണാതെ പോയ റൈറ്റർ ഇവളാ സാർ. പൂജിത. പൂജിത ഒന്ന് നിക്ക്. പൂജിത, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. പ്ലീസ് സ്റ്റോപ്പ്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ ഇതുവരെ ആരെയും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ ഐ ഫീൽ ലൈക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പ്ലീസ് വിശ്വസിക്ക്. നോ, ഇനി ഞാൻ നിന്നെ വിശ്വസിക്കില്ല ആകാശ്. സത്യമായിട്ട് ഐ റിയലി ലവ് യു. നിന്റെ അടുത്ത് എനിക്ക് പറയാതിരിക്കായിരുന്നു. ജീവിതത്തിൽ ഞാൻ ഇനി ഒരു കള്ളവും നിന്നോട് പറയില്ല. നിന്നെ ഒരിക്കലും പറ്റിക്കില്ല. ഇനി നീ എന്നെ പറ്റിക്കാൻ ശ്രമിച്ച ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഇനി എന്ത് സിറ്റുവേഷൻ ആയാലും ഞാൻ നിന്നോട് കള്ളം പറയില്ല. പറ്റിക്കില്ല, പ്രോമിസ്. ആകാശ്, നിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തെറ്റ് പോലും സംഭവിച്ച എനിക്കിത് സഹിക്കാൻ പറ്റില്ല ആകാശ്. ഐ വിഷ് യു there for me always. ഈ സ്ഥലം ഞാൻ മുമ്പ് കണ്ടതുപോലെ തോന്നുന്നുണ്ട്. സംതിങ് is special about this place. ഇത് കണ്ടതിന് ശേഷം എന്റെ ലൈഫ് എന്നെ മാറിയതുപോലെ തോന്നുന്നു.
നിനക്ക് ഈ സ്ഥലത്തെ പറ്റി എന്താ തോന്നുന്ന ആകാശ്? എനിക്ക് ഈ പ്ലേസ് സ്പെഷ്യൽ തന്നെയാ. ഇവിടെ വന്നതിന് ശേഷമല്ലേ എനിക്ക് നിന്നെ കിട്ടിയത്. സോ ഇറ്റ്സ് സ്പെഷ്യൽ ഫോർ മീ ടു. ഓൾറെഡി ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞു ഈ പ്ലേസിനെ കുറിച്ച്. സത്യമായിട്ടും? സത്യമായിട്ടും. യു മാഡ്? നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത് എവിടെയാ? എന്തോ പറയുന്നു? I love you, Akash. You're hurting me. നീ എങ്ങനെ ഇവിടെ വന്നേ? രോഹിത്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആരവിടെ? ഇവിടുന്ന് ശബ്ദം കേൾക്കുന്നത്. അയ്യോ, ഇവിടെ ശബ്ദം വരുന്നത്. ഇവിടെ നടക്കുന്നേ. താഴോട്ട് നോക്ക്. സൃഷ്ടി, പുറകിലോട്ട് പോ. ഏയ്, ഏയ്, ആരാടത്? കതിരേ! കതിരേ, എന്തുപറ്റിയെടാ നിനക്ക്? അയ്യോ, എന്താ? അയ്യോ, നീ മാജിക് കാണിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ചെയ്ത തെറ്റൊക്കെ മറക്കാൻ വേണ്ടിയല്ലേ? മര്യാദക്ക് എല്ലാ കുറ്റവും സമ്മതിച്ച് സറണ്ടർ ആവ്. അതല്ല ഈ നാടകം തുടരാനാണ് നിന്റെ ഭാവമെങ്കിൽ ഒന്നുകളി ഞാൻ. സർ, വെക്ക് വെടി. എന്നെ വെടി വെക്ക്. എന്തിനാ സാർ എന്റെ നേർക്ക് തോക്ക് ചൂണ്ടുന്നത്? വിടുവിക്ക്, വിടുവിക്ക്. കൊല്ല്, കൊല്ല്, കൊല്ല്. കൊല്ല്, കൊല്ല്, കൊല്ല്. എന്താ ആകാശനെ ഇഷ്ടമല്ല നിനക്ക്? എന്താ ഇഷ്ടമില്ലാത്തേ?
കലേ സുന്ദരിയല്ലേ ശിവ? പറ ശിവ. എല്ലാരെയും ഷൂട്ട് ചെയ്യാ. സാത്താനെ പോ പോ പോയ്ക്കോ. അഹങ്കാരകൻ 100 വർഷം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നരബലി വാങ്ങാതെ പോകില്ല. നീ ഇവിടുന്ന് പോയിക്കോ. നീ അവിടെ പോകാൻ പാടില്ല. നിന്റെ ജീവൻ അപകടമാണ്. എനിക്ക് അവിടെ പോകണം സ്വാമി. ആ റിസോർട്ടിലെ കുറെ പേര് കുടുങ്ങിക്കിടക്കുകയാണ്. എനിക്ക് അവിടെ പോയി എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം സ്വാമി. നിനക്ക് ആരെയാണോ രക്ഷിക്കേണ്ടത് അയാളുടെ കഴുത്തിൽ ഇതിട്ട് കൊടുക്കണം. അയാളുടെ അടുത്ത് അഹങ്കാരകൻ അടുക്കില്ല. ഇപ്പൊ നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഓ റാണിയോട് നീ പകരം ചോദിച്ചതല്ലേ? അത് പോരാൻ തോന്നുന്നുണ്ടോ? ആ വംശത്തില് ബാക്കിയുണ്ടായിരുന്ന ഇവനെ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ അങ്കാരക? ഈ ഇടം സ്വന്തമാക്കണമെന്ന് കരുതിയ ആരെയും നീ വെറുതെ വിട്ടിട്ടില്ലല്ലോ. ആ പെണ്ണെവിടെ? അവളെ നീ എന്താ ചെയ്തത്? അവള് തിരിച്ചു വന്നു. നീ പോ അങ്കാരക. പകരം ചോദിക്കാൻ വേണ്ടി നീ ഇവന്റെ ജീവിതം നശിപ്പിക്കരുത്. നിന്റെ പക അവസാനിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും നിന്റെ പരമ്പരയെ സമാധാനമായി വിട്. നീ മരിച്ചിരിക്കുന്നു അങ്കാരക. ഇത് നിന്റെ ഇടമല്ല. നീ പോ. പോകാനാ പറഞ്ഞത്. ഞാൻ മരിച്ചതല്ല, എന്നെ കൊന്നതാണ്.